ഇന്ന് ഞാൻ ഇപ്പോൾ എത്തിയതേ ഉള്ളേ. ഫീൽഡിലൊക്കെ പോയിട്ട് ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ. പക്ഷെ വന്ന ഉടനെ തന്നെ എനിക്കൊരു കാര്യം നിങ്ങളുടെ അടുത്ത് എല്ലാം ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് 23 വർഷം കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ലാത്ത ഏറ്റവും വലിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്താണെന്നല്ലേ, അത് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലാസ്റ്റ് വരെ നിങ്ങൾ കാണും കേട്ടോ. ഇത് സാധാരണയായിട്ട് നമ്മുടെ ഡോക്ടേഴ്സിനെയൊക്കെ, വെറ്റിനറി ഡോക്ടേഴ്സിനെയൊക്കെ ഓഫീസിൽ വന്നിട്ട് നമ്മുടെ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഒന്ന് കാണാറുണ്ട്. അപ്പോൾ അത്യാവശ്യം ഹോസ്പിറ്റലിൽ വന്ന് തന്നെ മെഡിക്കൽ റെപ്പുമാരൊക്കെ നമ്മളുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് പതിവില്ലാതെ നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റലിൽ എത്തിയ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് എന്നെ ഫോൺ വിളിച്ചിരുന്നു. മാഡം എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫീൽഡിലാണ്, ഇൻസർമേഷനിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് കാണുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നടുത്തുണ്ട്, എൻ്റെ സബ് സെൻ്ററിലുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരൻ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നു. എൽദോസ് എന്നാണ് പേര് കേട്ടോ. അപ്പോൾ എൻ്റെ ഇപ്പം നമുക്ക് നോയമ്പ് കാലമല്ലേ, നോയമ്പ് കാലം തുടങ്ങിയല്ലോ. അപ്പം എല്ലാ ദിവസവും എൻ്റെ മക്കൾ പള്ളിയിൽ പോയി വൈകുന്നേരം നോമ്പ് തുറയുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് എൻ്റെ കുഞ്ഞൻ, അതായത് എൻ്റെ ഇഹാൻ മോൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അമിത എനിക്ക് തൊപ്പി വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അത് ഞാൻ പറഞ്ഞു ആ കട്ടപ്പന പോകുമ്പോഴത്തേക്കും മേടിച്ചേക്കാന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇന്ന് ഭയങ്കര സർപ്രൈസായിട്ട് എനിക്ക് കൊണ്ടുതന്ന എൽദോസ് എന്ന് പറയുന്ന മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് കൊണ്ടുതന്ന ഗിഫ്റ്റാണ് ഇത്. ഇത് കണ്ടോ, ദർബാക്കിലാണ് പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് റംസാന് കൊണ്ടുവന്ന ഗിഫ്റ്റാണേ. ഇത് കണ്ടായിരുന്നു. അതിൽ ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ആണ് ഇതിലുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ട് 23 വർഷമായി. ഞങ്ങൾക്ക് ഫാമിലിയിലൊക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇതുപോലുള്ള ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ്, അതും ഒഫീഷ്യലി എനിക്ക് എൻ്റെ ഓഫീസ് ജീവിതത്തിൽ എനിക്ക് കൂടെ കൊണ്ട് തന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെയും കാണും. ഇതിൽ എന്തൊക്കെയാണ് എനിക്ക് കൊണ്ടുവന്നത് കാണണ്ടേ. അപ്പോൾ ലാസ്റ്റ് വരെയും ഇത് കാണും കേട്ടോ. ഇതിൽ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് 2 ബോക്സ് ഉണ്ട് മൊത്തം നമുക്ക് തന്നത്. ഇത് രണ്ടും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ എൻ്റെ 2 മക്കളെ എൻ്റെ കാറിൻ്റെ അകത്ത് കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു റെപ്പ് വന്നിട്ട് എനിക്ക് 2 ഗിഫ്റ്റ് ബോക്സ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ അവൻ ഇതിനകത്ത് വെച്ചിട്ട് തന്നെ ഓപ്പൺ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാ കണ്ടോ എന്തൊക്കെ ഉണ്ടെന്ന് ഇതിൽ നോക്കണം കേട്ടോ. അതിൽ എൻ്റെ മോൻ കണ്ടോ എന്നേക്കാൾ ഭയങ്കര താല്പര്യത്തിൽ നോക്കുന്നുണ്ട്. ഇതിൽ ആദ്യം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അത്തറാണ് വന്നിരിക്കുന്നത് കേട്ടോ. അത്തറാണ് വന്നിരിക്കുന്നത്. ഇതിൽ കാശ്മീരി ഊതാണ് കേട്ടോ, അത്തറല്ല, ഇത് ഊതാണ്. കണ്ടോ, കാണിച്ചു തരാം. ഇത് കണ്ടോ, ഊതാണ് വന്നേക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്തപ്പോഴേ നല്ല മണമുണ്ട്. അതിൻ്റെ ക്യാപ്പൊക്കെ കണ്ടോ, നല്ല രസമുള്ള ക്യാപ്പൊക്കെ ആയിട്ട് ക്ലോസ് ചെയ്തേക്കുന്നത് കണ്ടോ, നല്ല രസമുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ തുറക്കണം. എന്നിട്ട് ഇങ്ങനെ കയ്യിൽ ഈ ഊത് ഇടുന്നത് അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും. ഇത് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം ക്യാപ്പിലോട്ടൊന്നും റബ്ബ് ചെയ്തിട്ടേ ഉള്ളൂ. ഇത് തിരിച്ചതുപോലെ അടയ്ക്കുക. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ 2 കൈ കൊണ്ടിങ്ങനെ റബ്ബ് ചെയ്തിട്ട് നല്ല മണമുണ്ട് കേട്ടോ, നല്ല വാസനയാണ്. ഇങ്ങനെ നമ്മൾ ഡ്രസ്സിലൊക്കെ ഒന്ന് തേച്ച്. ഈ ഊടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ, ഇത് നമ്മളിപ്പോൾ ഡ്രസ്സിൽ പെർഫ്യൂമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ 24 hours കാണും. ഇത് പിന്നെ മണിക്കൂറോടെ നിൽക്കുന്നവർക്കാണ് ഈ ഊടിൻ്റെ അങ്ങനെ കടിക്കില്ല ചിലവില്ല. ഈ ഊടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് നമ്മൾ ഹാങ് ചെയ്തിട്ടെന്ന് കഴിഞ്ഞാലും ഇത് ദിവസങ്ങളോളം ഈ മണം നിൽക്കും. അതാണ് ഈ ഊടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് ആദ്യം ഫസ്റ്റ് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഊതാണ്. ഇത് ഞാൻ തിരിച്ച് പാക്കറിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് എടുക്കല്ലേ. അത് കഴിഞ്ഞിട്ട് അത് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 2 എണ്ണം ഉണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മൾ ഏത് മതത്തിലാണേലും ശരി തന്നെ, ഇത് നമ്മളിങ്ങനെ വിരലിൽ കൗണ്ട് ചെയ്തിട്ടിട്ട് നമുക്ക് ഓരോരുത്തരുടെയും മതത്തിനനുസരിച്ച് നമുക്ക് കൗണ്ട് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് തന്നേക്കുന്നത്. ഫിംഗറിലിട്ടിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇത് എൻ്റെ മക്കൾക്ക് നന്നായിട്ട് ഉപകാരപ്പെടും.
പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത അത് അതേപോലുള്ള 2 ഉണ്ട് കേട്ടോ. കണ്ടോ, അത് ബോക്സിലൊക്കെ ആയിട്ടാണ് തന്നേക്കുന്നത്. കണ്ടോ, താഴെപ്പോയി, സോറി, താഴെപ്പോയി. കണ്ടോ, ഇത് 2 നിന്നിട്ടുണ്ട്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അതായത് മദ്രസയിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര ഉപകാരം. അടുത്ത് തന്നേക്കുന്ന സാധനമാണ് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള സാധനമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടില്ല, ഞാൻ ഇതുവരെയായിട്ടും ഇത് മിസ്വാക്കിംഗ് ബ്രഷാണ്. ഇതേ കണ്ടോ, ഇതുപോലുള്ള 4 തന്നിട്ടുണ്ട്. ഇതിനെപ്പറ്റി എനിക്ക് വലിയ കാര്യഗൗരവമായിട്ടൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. കാര്യഗൗരവമായിട്ടൊന്നും എനിക്കറിയില്ല. കാരണം ഞങ്ങളുടെ ഇന്റർകാസ്റ്റ് മാരേജാണ്. എൻ്റെ ഹസ്ബൻഡ് മുസ്ലിമായിട്ടുള്ള ആളാണ്. അപ്പം പുള്ളിക്കാരൻ ഖത്തറിലാണ്. അപ്പം അദ്ദേഹവും ഇത് കാണുന്നുണ്ട് ഈ വീഡിയോ. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിഞ്ഞൂടാ. പക്ഷേ ഇത് മിസ്വാക്കിംഗ് ബ്രഷ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ഖുറാനിൽ ഇതിനെപ്പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഹിസ്റ്ററി പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആളല്ല. അതുകൊണ്ട് ഇതിൽ വെച്ചിരുന്നത് കൊണ്ട് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. മിസ്വാക്കിംഗ് ബ്രഷാണ്. ഇത് 4 ഇതിനകത്തുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ നല്ല വൈറ്റ് കളറ് നല്ല ക്യാപ്പാണ്. പെരുന്നാളിന് പള്ളിയിൽ പോയി വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, വൈറ്റ് കളർ ക്യാപ്പ്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടോ, നല്ല വൈറ്റ് കളറ് കർച്ചീഫ്. കണ്ടോ, വൈറ്റ് കളർ കർച്ചീഫാണ്. ഇതും പള്ളിയിലുള്ള പോകുമ്പോഴത്തേനുള്ള യൂസിന് വേണ്ടിയിട്ടാണ് ഇതും ഉപയോഗിക്കുന്നത്. കണ്ടോ, അപ്പം ഇതിത്രയാണ് നമ്മുടെ ഇന്നത്തുള്ള എൻ്റെ ഗിർബാക്കിൻ്റെ കമ്പനിയിൽ നിന്ന് എന്നെ കാണാൻ വന്നപ്പോഴത്തേനും എനിക്ക് തന്ന ഗിഫ്റ്റാണ്. ഭയങ്കര ആയിട്ട് യൂസ്ഫുള്ളായിട്ടുള്ള ഈ വർഷത്തുള്ള നോമ്പിന് കിട്ടാവുന്നതിലേക്ക് വെച്ച് ഏറ്റവും വലിയ പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റാണ് എനിക്ക് എൻ്റെ ഒഫീഷ്യലി എനിക്ക് എന്നെ കാണാൻ വന്ന മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് എൽദോസാണ് എനിക്കിത് തന്നത്. അപ്പം സോ മെനി താങ്ക്സ് ടു എൽദോസ് ആൻഡ് ഗിർബാക്ക് കമ്പനി. ഇത് തീർത്തും ഈ തന്നിരിക്കുന്ന ഈ ഗിഫ്റ്റ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ഇടുന്നത് വരെ ബൈ.